ആരാ? അയ്യോ ഉണ്ടെടുക്കാൻ പറഞ്ഞു. ഇപ്പെടുത്തിട്ട് വരാട്ടാ. എവിടെ പോയി? താൻ ആരാ? ഇത്ര ചിരി കേട്ടിട്ട് മനസ്സിലായില്ല കൊച്ചെറുക. അതല്ല ഞാൻ ചോദിച്ച ആരാന്ന്. ഞാൻ കില്ലർ ബാബു, കള്ളനപ്പു പറഞ്ഞിട്ട് വന്നതാ. എന്ത് കള്ളപ്പോ? കള്ളപ്പല്ലട ഇടിയപ്പം. ഞാൻ കള്ളനപ്പു പറഞ്ഞിട്ട് വന്നതാ. ഞാനൊരു സയന്റിസ്റ്റ് ആണ്. അതിനെന്തിനാ എന്റെ അടുത്ത് വന്നേ? എൻ്റെ ഒരു വാച്ച് നഷ്ടപ്പെട്ടു, ഒരു ടൈം ട്രാവലർ വാച്ച്. ആ വാച്ച് ചേണ്ടിയാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? അത് നിനക്ക് കിട്ടിയെന്ന് എനിക്കറിയാം. ഞാൻ കണ്ടുപിടിച്ചതാണ് ആ വാച്ച്. കള്ളനപ്പുവാണ് പറഞ്ഞത് നിന്റെ കയ്യിൽ ആ വാച്ച് കിട്ടിയെന്ന്. അവനാണ് ആ വാച്ച് മോഷ്ടിച്ചത്. അവൻ മോഷ്ടിക്കുന്നത് ഞാൻ എൻ്റെ CCTV-യിൽ ഞാൻ കണ്ടു. അപ്പൊ അവനോട് ഞാൻ ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത് നിന്റെ കയ്യിൽ അത് കിട്ടിയെന്ന്. എന്നാ വായോ കാണിക്കാം. ഓക്കെ വാ. ചേട്ടൻ സയന്റിസ്റ്റ് ആയിട്ട് എങ്ങനെയാ ചേട്ടന് കില്ലർ ബാബു എന്ന പേര് വന്നു? ഞാനൊരു മൊസ്കിറ്റോ കില്ലർ ഉണ്ടാക്കി. ഞാനത് എൻ്റെ ഒരു അസിസ്റ്റന്റിന് കൊടുത്തു. അതിന്? അവനത് പരസ്യം ചെയ്തു. അങ്ങനെ എല്ലാവരും എൻ്റെ അടുത്ത് മൊസ്കിറ്റോ കില്ലർ വാങ്ങാൻ വേണ്ടി വന്നു. അത് നല്ല കാര്യല്ലേ? അതെ. എന്നിട്ട് മൊസ്കിറ്റോ കില്ലർ വാങ്ങാൻ വന്നവരൊക്കെ വിചാരിച്ചു ഞാൻ ബാബു ആണെന്ന്. മൊസ്കിറ്റോ കില്ലർ വിറ്റ് ഞാനങ്ങനെ കില്ലർ ബാബു എന്ന ആൾക്കാരൊക്കെ എന്നെ കില്ലർ ബാബു എന്നായി വിളിച്ചു തുടങ്ങിയത്. എന്റെ വീട്ടിലുണ്ട് ചേട്ടൻ്റെ മോസ്കിറ്റോ കില്ലർ. നന്നായി കൊതുകിനെ കൊല്ലിട്ടുണ്ടോ? എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. പക്ഷെ എനിക്ക് ഈ പേര് വന്നല്ലോ, സയന്റിസ്റ്റ് ആയിട്ട് കില്ലർ ബാബു എന്ന്. ഈ പേരെങ്ങനെയെങ്കിലും മാറ്റണം. ഇതിന്റെ കാര്യം ഞാൻ ഇവിടെ മിണ്ടിയ നിന്നെ ഞാൻ എലിയാക്കും. അയ്യോ വേണ്ട. എന്നാ മര്യാദയ്ക്ക് എന്റെ വാച്ച് എടുത്തതാ. ഇതിന്റെ ഉള്ളിലാണ് വാച്ച്. അങ്ങനെ എന്റെ വാച്ച് എന്റെ കയ്യിൽ കിട്ടി. എന്റെ കയ്യിലുള്ള വാച്ച് പോലെ ഉണ്ടല്ലോ. അങ്ങനെ നിനക്ക് തോന്നാം, പക്ഷേ ഇത് സാധാരണ വാച്ച് പോലെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ഈ സൈഡിലുള്ള ഈ സംഭവത്തിൻ്റെ ഉള്ളിലാണ് ഞാൻ ഇതിൻ്റെ ടൈം മെഷീൻ്റെ മെക്കാനിസം ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് ആരുടെ കയ്യിൽ കിട്ടിയാലും ഇത് ഇങ്ങനത്തെ ഒരു വാച്ചാണെന്ന് അവർക്ക് മനസ്സിലാവില്ല. ഇത് മനസ്സിലായാൽ എൻ്റെ ഈ വാച്ച് ഉപയോഗിച്ച് അവർ വേറെ പല ദുരുപയോഗവും ചെയ്യും. അതുകൊണ്ട് ഈ വാച്ച് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ചേട്ടനൊരു ബുദ്ധിമാൻ തന്നെ. ഓ താങ്ക് യു. ഈ വാച്ച് വെച്ച് എന്തെങ്കിലും ചെയ്ത് കാണിച്ചേ, അന്ന് ഞാൻ വിശ്വസിക്കാം. ശരി, ചെയ്ത് കാണിക്കാം. നീ അവിടെ ഒരു ഉറുമ്പിനെ കണ്ടോ? എവിടെ? ആ ഇപ്പൊ കണ്ട്. ഈ വാച്ച് വെച്ച് ഞാൻ അതിനെ മുയലാക്കാൻ പോവാ. കാണണോ നിനക്ക്? എന്നാ ശരി കാണിച്ചേ. അത് മുയലായി. നേരത്തെ ഇവൻ എന്നെ കളിയാക്കിയതല്ലേ, ഇവനൊരു പണി കൊടുത്താലോ? ഈ വാച്ച് അടിച്ചു മാറ്റിയ എന്തൊക്കെ കാര്യങ്ങൾ നടക്കാം. ഓ എന്താ നോക്കുന്നേ? ഒന്നുമില്ല. ഒരു 8 വർഷം പിറകിലേക്ക് പോവാം. ഞാനൊരു 5-6 വർഷം ബാക്കിലോട്ടൊന്ന് പോയി കാണിക്കാം. എന്താ ഇപ്പൊ ചെയ്യണേ? ഇതേതാ കൊല്ലം? 2015. അവനോടെ പോയി. ചേട്ടാ മിഠായി ഉണ്ട് ചേട്ടാ. മിഠായിയോ? മിഠായില്ല. അപ്പൊക്കോ അങ്ങനെ 2014 അവനെ പറഞ്ഞു വിട്ടേക്കാം. നീ വാച്ചിൻ്റെ കാര്യം ആർക്കും അറിയില്ല. ഇവിടെ നീ രക്ഷപ്പെടണം, നല്ലത്. വാ, ഇനി നമുക്ക് പഴയ കാലഘട്ടത്തിൽ തന്നെ തിരിച്ചു പോവാം. പഴയതല്ല, നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവാം. അതായിരിക്കും നല്ലത്. ഞാനെങ്ങനെ ഇവിടെ എത്തിയേ? 2025 എത്തി. നമുക്ക് തിരിച്ചു പോവാം. രക്ഷപ്പെടാം. അങ്ങനെ എവിടെയോ രക്ഷപ്പെട്ടെത്തി. ഈ ചേട്ടൻ ഞാൻ എവിടെയോ കണ്ടിട്ടില്ല. അയ്യോ, ഇവൻ എങ്ങനെ തിരിച്ചു വന്നു? ഞാൻ വാച്ച് ശരിയാക്കിയപ്പോൾ എൻ്റെ കൂടെ വന്നു. ഒരു ഐഡിയ, ഇവനെ നമുക്ക് ചെറുതാകാം. അവനെ ചെറുതാക്കി. ഇനി അവനെ കയ്യിലെടുത്ത് പിടിക്കാം. അയ്യോ ഞാനിങ്ങനെ ചെറുതായേ. നീ എൻ്റെ കയ്യിലിരുന്നോടാ. എൻ്റെ കൂടെ നീ വന്നോ.
ഞാൻ ഈ പോക്കറ്റിലിരുന്നു. ഇനിയും വേണ്ടി കഴിഞ്ഞാൽ നിന്നെ ഞാനെടുത്ത് ഞെക്കി കളയും. ഓക്കെ, അതുകൊണ്ട് നീ എൻ്റെ പോക്കറ്റിൽ വേണമെങ്കിൽ കയറിയിരുന്നോ. നീ മിണ്ടാണ്ടിരിക്കുമോ? ശരി, ഞാനൊന്നും ചെയ്യില്ല. പ്ലീസ് എന്നെ വെറുതെ വിട്ടയക്ക്. ഓക്കെ, എന്നാൽ എൻ്റെ പോക്കറ്റിലിരുന്നോ. ആ ഓക്കെ ശരി. അവിടെ ഇരിക്കട്ടെ, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. എൻ്റെ ലാബിലോട്ട് പോവാം. വാ.